ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ബ്രെഡ് വെച്ചാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് ചിക്കൻ കൊണ്ടുള്ള ഒരു മസാലയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മസാല ഇതിൽ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 എല്ലില്ലാത്ത ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് നല്ലപോലെ പുരട്ടിയെടുക്കുക. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ മൊരിച്ചെടുക്കുക. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില മൊരിച്ചെടുക്കാം. നല്ല മൊരിഞ്ഞിട്ട് തന്നെ കിട്ടണം ഈ കറിവേപ്പില, കാരണം ഇതും കൂടെ ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. ഞാനിത് മിക്സിയിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈകൊണ്ട് പിച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എനിക്കിത് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. ഇനി മീഡിയം സൈസ് 3 സവാള നല്ലപോലെ പൊടിയായി അരിഞ്ഞത് ഇതേ എണ്ണയിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഒന്ന് സോഫ്റ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 4 ടീസ്പൂൺ ചിക്കൻ മസാലയും 3/4 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയും. ഇതാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്ന മസാലകൾ. ഇതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഈ പൊടി മസാലകളാണ് ഈ ഒരു മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പെരിഞ്ജീരക പൊടിയാണ് മെയിനായിട്ട് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാകും. ഇതൊന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ക്രഷ് ചെയ്ത ചിക്കനാണിത്. ഞാൻ ഇതുപോലെയാണ് ക്രഷ് ചെയ്തിട്ടുള്ളത്. ഒരുപാടങ്ങ് പൊടിയാക്കിയിട്ടല്ല, കുറച്ചൊരു കഷ്ണമൊക്കെ കാണാനുണ്ട്. ഈ തരത്തിൽ ക്രഷ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു പിടി മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുത്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വീതിയുള്ള ബ്രെഡാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മസാല ഇതുപോലെ നല്ലവണ്ണം ആറി വന്നിട്ടുണ്ട്. ഈ മസാല ഫുള്ളായിട്ടൊന്നും നമുക്ക് ആവശ്യം വരില്ല. നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ അത്രയും ആണ് യൂസ് ആവുള്ളൂ. ഞാനിപ്പോൾ 8 സ്ലൈസേ ബ്രെഡ് എടുത്തിട്ടുള്ളൂ. ഒരു ബ്രെഡിന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതുപോലെ എല്ലാ സൈഡും ഈ റെഡ് പോർഷൻ കട്ട് ചെയ്ത് കളയണ്ട. ആ റെഡ് പോർഷൻ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ കട്ട് ചെയ്ത ഭാഗം നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. അതായത് ബ്രെഡ് ക്രംസ് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് സാധാരണ പച്ചവെള്ളം. ഇതുപോലെ കുറച്ച് പച്ചവെള്ളം എടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു ബ്രെഡ് എടുക്കുക. ഇതൊന്ന് ഈ വെള്ളത്തിലൊന്നിങ്ങനെ മുക്കിയെടുക്കുക. 2 സൈഡും ഒന്ന് മുക്കിയെടുത്താൽ ഒരുപാട് സമയം വെക്കണ്ട. എന്നിട്ട് ഈ കൈയിൻ്റെ അടിയിലേക്ക് ഇടുക. മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുക. അമർത്തുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഊർന്നു പോകും. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് മസാല ഫില്ല് ചെയ്യുക. ഒരുപാട് മസാല ഇട്ട് വൃത്തികേടാക്കണ്ട. കാരണം നിങ്ങൾക്ക് ശരിക്കും ചിലപ്പോൾ ഇത് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആകെ കൊളായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് മസാല ഇടും. ഞാനിപ്പോൾ ഇവിടെ 2-2.5 ടീസ്പൂണോളം മസാല ഇടുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും മസാല ഇട്ടിട്ട് എല്ലാ സൈഡിൽ നിന്നും ഇതിങ്ങനെ
മടക്കിയെടുക്കുക. കണ്ടോ, 4 സൈഡിൽ നിന്നും ഇത് നല്ല പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇതിനെ നല്ല പോലെ കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ ഉരുളയാക്കിയെടുക്കുക. ഒരു ബോൾ പരുവത്തിന് ആദ്യം ചെയ്തെടുക്കുമ്പോൾ വലിയൊരു ഷേപ്പൊന്നും വരില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ല ഉരുളയാക്കി എടുക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചിലപ്പോൾ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ബ്രെഡ് ക്രംസ് കൊണ്ട് ഫില്ലായിക്കോളും. കണ്ടില്ലേ, ഇതുപോലെ നല്ല പോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾ റെഡിയായി കിട്ടും. എന്നിട്ടാണ് ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല റൗണ്ടാക്കി എടുക്കുക. ഇതിങ്ങനെ ചെയ്തെടുക്കുക. കയ്യിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ എത്രത്തോളം ബ്രെഡ് ക്രംസ് അതിൽ ആഡ് ചെയ്യുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് വരും ഇതിൻ്റെ മുകൾ ഭാഗം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കണം. കാരണം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഈ മസാല നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ സ്നാക്സ് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്സാണിത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ചെറിയ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾ കുറച്ച് വീതിയുള്ള സൈസ് ബ്രെഡ് എടുക്കുന്നതാണ് നല്ലത്. ഏത് ബ്രെഡ് എടുക്കുക, സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ മിൽക്ക് ബ്രെഡ് ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. സാദാ ബ്രെഡിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ച് വീതിയുള്ള ബ്രെഡായിരിക്കും ഇത് മസാല ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഫില്ലിങ്ങിന് ചിക്കൻ മസാല തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. കാരണം നിങ്ങൾക്ക് വെജിറ്റബിളാണ് ഇഷ്ടമെങ്കിൽ വെജിറ്റബിൾ മസാല ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിൽ മുട്ട വെച്ചിട്ടുള്ള മസാലയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏത് തരം മസാലയും ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം റോൾ ചെയ്യണത്. ഈ ഒരു ബ്രെഡ് ക്രംസ് ഞാൻ വേറെ ബ്രെഡൊന്നും എടുത്തിട്ടില്ല. ആ കട്ട് ചെയ്ത സൈഡിലത്തെ പോർഷൻ മാത്രമാണ് ഞാൻ എടുത്തത്. 8 ആ 8 സൈഡ് പോർഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതൊരു ഗോൾഡൻ കളറിലാണ് ഈ ഒരു സ്നാക്ക് വേണ്ടെങ്കിൽ ബ്രെഡ് തന്നെ കട്ട് ചെയ്തിട്ട് അത് പൊടിച്ചെടുത്താൽ മതി, സൈഡ് പോർഷൻ ഒഴിവാക്കിയിട്ട്. ഞാനിപ്പോൾ ഇതൊരു ഡാർക്ക് ഒരു നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറിലാണ് ഇത് എനിക്ക് ഉണ്ടാക്കി കിട്ടുക. കാരണം ഞാൻ ആ സൈഡ് പോർഷനാണല്ലോ എടുത്തത്. ഇനി ഇത് എണ്ണ നല്ലോണം ചൂടായ ശേഷം ഇതുപോലെ ഒരു അരിപ്പ കയ്യിലെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ സ്നാക്ക് വെക്കുക. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് നല്ല സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. ഓവർ ചൂടിൽ ഇത് ചെയ്തെടുക്കരുത്, കരിഞ്ഞു പോവും. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് എണ്ണയൊന്നും കയ്യിലും മുഖത്തൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ ബോൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ ഡയറക്റ്റ് കൈ കൊണ്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ മുകളിലേക്ക് തെറിക്കും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിൽ ഇട്ടിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്നത്. ഉണ്ടല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറഞ്ഞ സമയമേ വേണ്ടൂ, ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതുപോലെ എല്ലാ സ്നാക്സും നമുക്കിങ്ങനെ മൊരിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഒരുപാട് എണ്ണ ഇടണ്ട, 2 3 ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലുള്ള എണ്ണയൊക്കെ അതിലൊക്കെ വലിഞ്ഞു പോകും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും. ഇല്ലെങ്കിൽ ആ എണ്ണ അതുമ്പോൾ തന്നെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു അരിപ്പ് എടുക്കുക. ഇതിലുള്ള കരടുകളുണ്ടാവും, ഈ ബ്രെഡ് ക്രംസ് കുറച്ച് അതിലേക്ക് വേണ്ടിയിട്ട് കരിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ചായ അരിക്കുന്ന ഒരു അരിപ്പ് എടുത്തിട്ട് ഇതുപോലെ അരിച്ച് കളയാം. ഇങ്ങനെ നമുക്ക് എണ്ണ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത പോർഷൻ ഇടാം, എന്നിട്ട് പൊരുക. അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇതുപോലുള്ള ബോൾ കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ 8 ബോളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. മസാല ഉണ്ടാക്കാനായിട്ടാണ് കുറച്ച് സമയം എടുക്കുള്ളൂ. അല്ലാതെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ കുറഞ്ഞ ടൈമേ വേണ്ടൂ. കണ്ടോ, ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ
എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.